Hi, good morning. All of you take your textbook. എല്ലാവർക്കും ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതല്ലേ? ആണ് കിട്ടാത്തവരുണ്ടോ ക്ലാസ്സില്? നമ്മുടെ ക്ലാസ്സില് ബുക്ക് കിട്ടാത്തവരുണ്ടോ? മിസ് ഒന്ന് നിങ്ങൾ ഫോട്ടോ എടുത്തോട്ടെ. നമ്മുടെ നല്ല ബുക്ക് അല്ലേ? കഴിഞ്ഞ വർഷത്തെ ബുക്കൊക്കെ മാറി പുതിയ ബുക്കാണ്. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 2. നോക്കിയേ, പേജ് നമ്പർ 2 നോക്കിയേ. ആവോ പാർക്ക് ചലേ. നിങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ടോ? ഞാൻ എല്ലാരെയും മ്യൂട്ട് ആക്കിയിട്ടുള്ളത്. നിങ്ങള് യെസ് ആണെങ്കിൽ തമ്പ് ഉയർത്തി കാണിക്കുക കേട്ടോ. നോ ആണെങ്കിൽ തമ്പ് താഴോട്ട് കാണിക്കുക. ഓക്കെ. അപ്പം പാർക്കിൽ പോകാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഉണ്ടാവില്ല, എല്ലാരും തന്നെ പോയിട്ടുണ്ടാവും അല്ലേ? പല സമയങ്ങളായി പാർക്കിൽ പോയി. ഇപ്പൊ കൊറോണയും കോവിഡൊക്കെ ആയതുകൊണ്ടല്ലേ അല്ലേ? അതെ, പുറത്തു പോകാൻ പറ്റില്ല. ആവോ പാർക്ക് ചലേ, വരൂ നമുക്ക് പാർക്കിൽ പോകാം. നമ്മളിപ്പോ ഇന്ന് പാർക്കിലോട്ടാ പോകുന്നത് അല്ലേ? ഓക്കെ, പാർക്കിൽ പോവാണേ. നമ്മൾ ഈ ബുക്കില് എന്തൊക്കെ കാണുന്നുണ്ടെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ 2 പേജിലായിട്ട് എന്തൊക്കെ നമ്മൾ ആ പാർക്കിൽ കാണുന്നുണ്ട്. ഇതൊരു പാർക്കാണെന്ന് മനസ്സിലായി. എന്തൊക്കെ ഇവിടെ കാണുന്നുണ്ട്? കുറെ കുട്ടികൾ അവിടെ ബോൾ കളിക്കുന്നുണ്ട് അല്ലേ? ഗെയിമില് പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെയാ? സീസോ ഉണ്ട്, പിന്നെന്താണ്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട് അല്ലേ? അതെ. പിന്നെ അവിടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇതാണ് ആ പാർക്കിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്നാണ് അവിടെ ചോദിക്കുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്കത് വീട്ടിൽ നിന്ന് നല്ലൊരു കഥയായിട്ടൊക്കെ പറഞ്ഞു നോക്കാം. ടേക്ക് യുവർ പേജ് നമ്പർ 4. ചതുർ ബന്ദർ. എന്താ ചതുർ ബന്ദർ എന്ന് പറഞ്ഞാല്? എന്താ ഗാത്രിക്ക് ബുക്കില്ലേ? ബുക്കില്ല, വാങ്ങില്ല അല്ലെ? അപ്പൊ മോളെ ഒന്ന് പിക്ചർ കാണിച്ചേക്കാം അല്ലെ? ഇതാണ് നമ്മുടെ പാർക്ക്. ഒന്നുമില്ല കേട്ടോ, ബുക്ക് കൈ കിട്ടുമ്പോ കണ്ടാൽ മതി. ഇതാണ് കണ്ടോ പാർക്കില് കുട്ടികള് കളിക്കുന്നതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ബുക്ക് ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പേജിലായിട്ട് എന്താ പറഞ്ഞത്? ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറിയാ വരുന്നത് അല്ലെ? ചതുർ ബന്ദർ. കണ്ടോ? എല്ലാരും ഒന്ന് ആ പേജ് നോക്കിയേ. നിങ്ങൾ തന്നെ പറയേണ്ട കഥയത്. നോക്കിയേ, ഫസ്റ്റത്തെ പിക്ചറിൽ എന്താണ്? 2. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്? ഓക്കെ, പെട്ടെന്ന് പറയണേ. ദേവപ്രിയ, പ്ലീസ് അൺമ്യൂട്ട്. നിങ്ങൾ ആ പിക്ചറിൽ എന്തൊക്കെയാ കാണുന്നത്? ഒന്നാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത്? 2 പൂച്ചകളെ. 2 പൂച്ചകളെ. ഞാനിപ്പം ദേവപ്രിയയോട് തന്നെ എല്ലാം ചോദിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത്? 2 പൂച്ചകളെ. 2 പൂച്ചകളെ വീണ്ടും കാണുന്നുണ്ട്. പക്ഷെ നോക്കട്ടെ, മൂന്നാമത്തെ പിക്ചറിൽ എന്താണ്? ഒരു കുരങ്ങിനെയും 2 പൂച്ചേനെയും ഉണ്ട്. ഇവിടെയോ? ഒരു കുരങ്ങിനെയും 2 പൂച്ചേനെയും. അങ്ങനെ തന്നെയാണ് കാണുന്നത് അല്ലേ? പക്ഷെ അവിടെ ഒരു കഥയുണ്ട്, ശ്രദ്ധിച്ചോ? ചതുർ ബന്ദർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സൂത്രശാലിയായ കുരങ്ങ്, ക്ലവർ മങ്കി അല്ലേ? ഫസ്റ്റ് രാത്രിക്ക് വിഷമല്ലേ, ബുക്കില്ല. ഓക്കെ.
രണ്ട് പൂച്ചകൾ ഇങ്ങനെ നടന്നു പോവുക അല്ലെ. അവരിങ്ങനെ കുശലം പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോ അവിടെ ഒരു അപ്പക്കഷ്ണം കണ്ടോ? അപ്പം കണ്ടോ? എന്താ റൊട്ടിന്ന് എന്തെങ്കിലും പറയാം നമുക്ക് അല്ലെ. ഒരു റൊട്ടി അവിടെ കണ്ടോ നിങ്ങൾ നിലത്ത്? കാണുന്നുണ്ടോ ദേവപ്രിയ? ഉണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു റൊട്ടി കണ്ടു അല്ലെ. റൊട്ടി കഷ്ണം അല്ലെങ്കിൽ അപ്പ കഷ്ണം എന്ന് പറയാം അല്ലെ. ഒരു അപ്പം കണ്ടു. എന്നിട്ടോ രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. അത് അവരെടുത്ത് രണ്ടാളും കൂടി അടി കൂടാൻ തുടങ്ങി. ഇത് എനിക്ക് വേണം. നിങ്ങളെ വീട്ടിൽ അടി കൂടൂലേ? അതുപോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റണ്ടായി. അന്നപ്പോ അതുവഴി മൂന്നാമത്തെ പിക്ചർ നോക്കി. അതുവഴി ഒരു ബന്ദർ മങ്കി വന്നു. അപ്പൊ രണ്ടാമത്തെ പിക്ചറിൽ തന്നെ മങ്കി മരത്തിന്റെ മുകളിൽ ഇത് കാണുന്നുണ്ട്. കണ്ടോ? രണ്ടാമത്തെ പിക്ചറിൽ മങ്കിനെ കണ്ടോ? അത് കാണുന്നുണ്ട്. മൂന്നാമത്തെ പിക്ചറിലോട്ട് വന്നപ്പോ മങ്കി താഴെ വന്നു. ഇവരുടെ വഴക്കടിക്കുന്ന കണ്ടിട്ട് മങ്കി താഴെ വന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചു അല്ലെ. ഇപ്പം പറഞ്ഞു, എന്താ പറഞ്ഞേ? ഒരു റൊട്ടിയെ കിട്ടിയുള്ളൂ. പക്ഷെ ഇത് എനിക്ക് വേണം, ഇത് എന്റേതാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ മങ്കി എന്ത് ചെയ്തു? അവനും വിശന്നിരിക്കുക അല്ലേ. സൂത്രശാലി അവൻ എന്ത് ചെയ്തു? നാലാമത്തെ പിക്ചർ നോക്കിയേ. നമുക്ക് ഇതിനൊരു പരിഹാരമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? മങ്കി പറഞ്ഞു, ഞാൻ ഇതിന് ഒരു പരിഹാരം കാണുന്നുണ്ട്. എന്ത് നോക്കിയോ? ഒരു ത്രാസ് കൊണ്ടുവന്നു. എന്തിനാ നമുക്ക് ത്രാസ്? രണ്ട് സൈഡിലും നിങ്ങൾ കടകളിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. പണ്ട് കാലത്തൊക്കെ രണ്ട് സൈഡിലും, ഒരു സൈഡിൽ അതിന്റെ അളവ് ഇതുണ്ടാവും, അപ്പുറ സൈഡിൽ സാധനങ്ങൾ ഉണ്ടാവും. സാധനങ്ങള് അളക്കാൻ വേണ്ടിയിട്ടാണ് ത്രാസ് ഉപയോഗിക്കുന്നത്. 1 കിലോയൊക്കെ ആണെങ്കിൽ 1 കിലോ പഞ്ചസാര വേണമെങ്കിൽ ഇപ്പുറത്ത് അതേപോലെ 1 കിലോയുടെ ഒരു അളവുണ്ടാവും അവിടെ. അതാണ്. അപ്പം മങ്കി എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് ഇത് പരിഹരിച്ചു തരാന്ന് പറഞ്ഞ് അഞ്ചാമത്തെ പിക്ചർ കണ്ടോ? എന്ത് ചെയ്തു? ഒരു ത്രാസില് നമ്മുടെ റൊട്ടി വെച്ചു, പകുതിയായിട്ട് മുറിച്ചിട്ട് ഒരു ത്രാസിൽ വെച്ചു, ഇപ്പുറത്തെ ത്രാസിലും വെച്ചു. അപ്പൊ കണക്കാവുന്നില്ല, അളവ് കണക്കാവുന്നില്ല അല്ലെ. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായി പോയി. അപ്പൊ സെയിം ആവില്ല. അപ്പൊ എന്ത് ചെയ്തു? മങ്കി അതിന്റെ വലുതായതിന്റെ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. പിന്നെ എന്നിട്ട് അത് വീണ്ടും അളന്നു നോക്കി. പിന്നെ വീണ്ടും ഇത് തന്നെ, അളവ് കണക്കാവുന്നില്ല. റൊട്ടി പകുതിയാക്കിയത് രണ്ടും ഒന്ന് ചെറുതും ഒന്ന് വലുതുവാ. അപ്പൊ ലാസ്റ്റ് അളന്ന് തൂക്കം നോക്കി ലാസ്റ്റ് മങ്കി ഫുള്ള് അകത്താക്കി അല്ലെ. ആ റൊട്ടി ഫുള്ള് മങ്കി അകത്താക്കി. രണ്ട് പൂച്ചകളും കാണിച്ചു പോകേണ്ടി വന്നു അല്ലേ. ആദ്യം തന്നെ കിട്ടിയത് പകുതിയായിട്ട് മുറിച്ച് കഴിച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? അത്യാഗ്രഹം ആപത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്. അതാണ്. നിങ്ങൾ ഈ കഥ മിസ്സിന് അറിയുന്ന പോലെ മിസ് പറഞ്ഞു തന്നു. ഈ കഥ നിങ്ങൾ പഠിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അവതരിപ്പിക്കണം. ആര് റെഡി? റെഡി ആണെങ്കിൽ തമ്പ് ഉയർത്തി കാണിക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പേജ് നോക്കിയേ. പേജ് നമ്പർ 5 നോക്കിയേ. രേഖാവോം കാ അഭ്യാസ്. എന്താണ്? അവിടെ കുറെ ലൈൻസ് തന്നിട്ടുണ്ട് അല്ലെ. കുറെ കണ്ടിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ ഡോട്ട് ഇട്ടിട്ട് കുറെ വ്യത്യസ്ത രൂപങ്ങളായിട്ട് 0 പോലെയുണ്ട്, S പോലെയുണ്ട്, C പോലെയുണ്ട്, T പോലെയുണ്ട് അല്ലെ. അതിന്റെ മുകളിലൂടെ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരയ്ക്കണം. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഇന്നത്തെ ഡേറ്റ് ഇടുക, ഹോംവർക്ക് ചെയ്യുക. പേജ് നമ്പർ 6. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെയാണ്. അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പേജ് നമ്പർ 6 നോക്കിയേ. പാട് ഏക്ക്. 1 എന്താ പറയാ? ഏക്ക് അല്ലെ. നമ്പർ 1 എന്ന് പറയുന്നില്ലേ. മലയാളത്തിൽ 1 എന്ന് പറയും, ഇംഗ്ലീഷിൽ 1 എന്ന് പറയും, ഹിന്ദിയിലാണെങ്കിൽ ഏക്ക്. ഒന്നാമത്തെ പാഠമാണിത്. സ്വർ. സ്വർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരാക്ഷർ. ഇംഗ്ലീഷിൽ അത് വൗവൽ എന്ന് പറയും, വൗവൽസ്. ഓക്കെ. ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങള്? അ, ആ, ഇ, ഈ, ഉ, ഊ, ഉർ, എ, ഐ, ഓ, ഔ, അം, ആ. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അതാണ് സ്വരാക്ഷരം എന്ന് പറഞ്ഞാല് ആ, സെ, ആ തക്ക്, ആ മുതൽ ആ വരെയുള്ള അക്ഷരങ്ങളാണ് സ്വർ അല്ലെങ്കിൽ സ്വരാക്ഷരം എന്ന് പറയാം. പിന്നെ എന്ത് ചെയ്യണം നിങ്ങള്?
ഇത് നന്നായിട്ട് ഒരു 5 പ്രാവശ്യം വായിക്കണം. റീഡ് 5 ടൈംസ്. ഇവിടെ സൈഡിൽ പെൻസിലും കൊണ്ട് അമ്മയോട് 5 പ്രാവശ്യം വായിക്കണം എന്ന്. എന്താ ആരോൺ ബിനോയുടെ അടുത്ത് നല്ല അടിയാണല്ലോ ഇവിടെ. ശ്രദ്ധിക്കട്ടോ, ഒരു പീരീഡേ ഉള്ളൂ, ക്ലാസ് പോണ്ടേ. അപ്പൊ ആ മുതല് ആ വരെയുള്ള ഈ അക്ഷരങ്ങൾ, ഈ സ്വരാക്ഷരങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കില് 2 ലൈൻ കോപ്പി ഇല്ലേ, ആ നോട്ട് ബുക്കില് നന്നായിട്ട് 2 പ്രാവശ്യം എഴുതണം. ആര് റെഡി? യെസ്, ഓക്കെ. അപ്പൊ അവിടെ നോട്ട് ബുക്കിൽ എഴുതാൻ അവിടെ മാർക്ക് ഇട്ട് വെക്കുക. ഇപ്പോഴല്ല, ഹോംവർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ. ഇനി അഥവാ നമ്മുടെ സ്കൂളിലോട്ട് പുതുതായിട്ട് വന്ന കുട്ടികളില്, അഭിരാമി എന്താ അഭിരാമി, നമ്മൾ പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് ഇനി അക്ഷരങ്ങൾ അറിയുന്നില്ല, ഇനി അല്ലെ നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് അറിയായിരിക്കും അല്ലെ, അറിയാതിരിക്കാൻ വഴിയില്ല, കാരണം അത്രയും എഴുതി പഠിച്ചു അവര്. അപ്പൊ അറിയാത്ത കുട്ടികൾ ഊസോ എന്താ മോനത്? അത് അതെ, ആ പിക്ചർ കണ്ടിട്ടാണോ പറഞ്ഞത്? ഹാ അത് ഊത് ബിലാവ് എന്നുള്ളൊരു ഇതാണ്. ഊത് ബിലാവ്, അതിന്റെ പേരാണ് ഊത് ബിലാവ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് അവള് ശ്രദ്ധിച്ചത്. ഫസ്റ്റ് ആസെ അനാറ്, ആസെ ആം, ഈസെ ഇമലി, ഇത് കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ നമ്മളല്ലേ. ഈസെ ഇമലി, ഈസെ ഈക്ക്, ഊസെ ഉബുവൻ, ഉബുവൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ, ഊസെ ഊത് ബിലാവ്, ഇതൊരു മൃഗത്തിന്റെ പേരാട്ടോ. ഋസെ ഋഷി, ഏസെ എടി, ഐസെ ഐരാവൻ, ഓസെ ഓഖലി, ഔസെ ഔഷധി, അംസെ അങ്കുർ. ആ എന്നുള്ളിടത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന പിക്ചറാ കാണുന്നല്ലേ, അത് പ്രാതിഹ എന്നുള്ള ഒരു, അതാണ് പറയാ, പുലർകാലത്തിന് പ്രാതിഹ എന്നാണ് പറയാ. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, നിങ്ങൾ ഈ അക്ഷരങ്ങള് നന്നായിട്ട് നോട്ട് ബുക്കിൽ 2 പ്രാവശ്യം എഴുതണം കേട്ടോ. 2 or 3 നമുക്ക് പേജിൽ സ്ഥലമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയും നിങ്ങൾക്ക് എഴുതാം. ആ ഒരു പേജിലായിട്ട് നിങ്ങൾ എഴുതണം. 2 പ്രാവശ്യം എഴുതണമെങ്കിൽ എഴുതിക്കോ. വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ, പേജ് നമ്പർ 7. സ്വർഗീത്, എന്താണ്? വവൽ സോങ് അല്ലേ. ആസെ അനാർ, ആസെ ആം, സദാ കരോ സബ് അച്ഛേ കാം, ഈസെ ഇമലി, ഈസെ ഈക്, अच्छी अच्छी बातें सीख, ഊസെ ഉപവൻ, ഊസെ ഊത്. കണ്ടോ ഊതിനെ? കണ്ടോ ഇവിടെ ഈ പിക്ചറില്? ഈ 6ാമത്തെ പേജിലുള്ള പിക്ചർ തന്നെ 7ാമത്തെ പേജിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആസെ അനാർ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് വായിക്കാം അല്ലെ. അനാറുണ്ട് ഈ പേജിന്റെ ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്നുണ്ട്. ഊസെ ഉപവൻ, ഊസെ ഊത്, ഖാന ഖാക്കർ കബീ ന പൂത്, ഋസെ ഋഷി കർത്തെ ധ്യാൻ, സദാ ബഡോं का कहना मान, ऐसे एक तारा ऐसे ऐरावत, हाथी बच्चों के मन भावन, ओसे ओटनी औसे औरत, सारा दिन वह करती मेहनत, हमसे अंगूर रस भरपूर, आँख खाली बजाओ ताली. നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ എന്താണ്, കുറേ ദിവസം വായിക്കുമ്പോൾ നമുക്ക് ഈ വവൽ സോങ് ഈസി ആയിട്ട് വരും. ഇത് എങ്ങനെയാ നിങ്ങൾ പഠിക്കുക? ആസെ അനാർ, നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റില്ലേ? ആസെ അനാർ, ആസെ ആം, ഈസെ ഇമലി, ഈസെ ഈ, ഊസെ ഉപവൻ, ഊസെ ഊത്, ഇർസെ ഋഷി. കണ്ടോ? ആ പിക്ചർ കാണുമ്പോൾ നമ്മൾ അങ്ങനെ പാടിപ്പോക്കോളും. ऐसे एक तारा ऐसे ऐरावत, ओसे ओढ़नी औसे औरत, हमसे अंगूर. ആന്നുള്ളതിന് ഒന്നുമില്ല, പ്രത്യേകിച്ചോട്ട് വാക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ ആ പിക്ചറും പഠിക്കും, ആ വാക്കും പഠിക്കും. അതാണ് ആ പാട്ടിലൂടെ ആ വാക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണത്. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, പിക്ചർ കാണുന്നില്ലേ? എങ്ങനെയാ വായിക്കണ്ടേ? ആസെ അനാർ, ആസെ ആം, ഈസെ ഇമലി, ഈസെ ഈ, ഊസെ ഉപവൻ, ഊസെ ഊത്,
ഋഷി ഏകതാര. അങ്ങനെ നിങ്ങൾ ഒരു പാട്ട് പോലെ പഠിച്ചാല് നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ആയിക്കോളും ആ വാക്കുകൾ അല്ലെ. ആ പിക്ചർ എപ്പോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പിടിക്കും. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, ഇപ്പൊ നോട്ട് ബുക്കിൽ ഒരു വർക്ക് വന്നു അല്ലെ. സ്വരാക്ഷരങ്ങള് നോട്ട് ബുക്കിലോട്ട് നിങ്ങൾക്ക് ഒരു 5 പ്രാവശ്യം എഴുതണമെങ്കിൽ എഴുതാം, 2 പ്രാവശ്യം പഠിക്കുന്ന വരെ നിങ്ങൾക്ക് എഴുതാം. നല്ല ഹാൻഡ് റൈറ്റിംഗ്. നെക്സ്റ്റ് നോക്കിയേ, ഇപ്പോഴാണ് നമ്മൾ പാഠത്തിലോട്ട് വന്നത്. സ്വർ എന്ന് പറഞ്ഞ വൗവൽസ്, സ്വരാക്ഷരം. ആ എന്നുള്ള അക്ഷരമാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ആ എങ്ങനെ എഴുതണ്ടേ നമ്മൾ UKG-ന്നേ പഠിച്ചു അല്ലേ. അതെ, എന്നാലും ഒന്നുകൂടെ പഠിപ്പിക്കുവാണ് ഇവിടെ. ആ എങ്ങനെ എഴുതുക? അവിടെ നിങ്ങൾ കൈവിരൽ കൊണ്ട് എങ്ങനെയാ നോക്കണ്ടേന്നൊക്കെ. എല്ലാവർക്കും വിരലില്ലേ? ഫിംഗർ ഉണ്ട്. ഇവിടെ കണ്ടോ ആരോ മാർക്ക് ഇട്ടുണ്ടോ? അതിലൂടെ ഇങ്ങനെ വിരൽ ഓടിച്ചു നോക്കിയാ നിങ്ങള് ആ 1 2 3 എഴുതിയതിലൂടെ 1 2 3 4 ഉണ്ടോ? 4 5 6 5 വരെ ഉള്ളൂ. അപ്പം ആ ആരോ മാർക്ക് ഇട്ടതിലൂടെ നിങ്ങൾ ഇങ്ങനെ കൈവിരൽ കൊണ്ട് ഇങ്ങനെ ഓടിക്കണം. അപ്പൊ നമ്മുടെ കൈ നന്നായിട്ട് പെൻസിലൊക്കെ പിടിക്കുമ്പോൾ നന്നായിട്ട് അതുപോലെ വരും. അപ്പൊ ആ എഴുതണ്ട എങ്ങനെയാ നമുക്ക് UKG-ന്നേ അറിയാം അല്ലേ. അപ്പം ഇതിവിടെ ഹോംവർക്ക് ചെയ്യണം. സൈഡിലായിട്ട് പെൻസിൽ കൊണ്ട് HW എന്ന് എഴുതിയേ. നമ്മൾ ലെറ്റേഴ്സ് പഠിച്ചതല്ലേ. H എഴുതാൻ പഠിച്ചില്ലേ? പഠിച്ചു. W എഴുതാൻ പഠിച്ചില്ലേ? എഴുതിക്കോ, HW. അത് ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി എന്താണ് അടുത്ത വർക്ക്? പെൻസിൽ അവിടെ വെച്ചോ. ആന്ന് നമ്മൾ എഴുതി. നെക്സ്റ്റ് ബോൽക്കർ സീഖോ. താഴെ കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വായിച്ച് പഠിക്കണം എന്നാ പറയുന്നത്. കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കാം. ഫസ്റ്റ് നോക്കിയോ, ആസെ അമരൂദ്. അമരൂദിന്റെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാ വായിക്കണ്ടേ, അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷില്. ആൻഡ്രോസേ എവിടെ നോക്കിയിരിക്കുന്നേ? ബുക്കിൽ നോക്കുമോള്. അമരൂദ്. മസ്ലോബ എന്താണ് ഒരു വിഷമം പോലെ? ബുക്കിൽ ശ്രദ്ധിച്ചേ, അമരൂദ് അല്ലേ. അമരൂദ് എന്ന് പറഞ്ഞ എന്താണ്? എന്താ മസ്ലോബ അമരൂദ്? പ്ലീസ് അൺമ്യൂട്ട്. മസ്ലോബ പ്ലീസ് അൺമ്യൂട്ട്. മിസ് എനിക്ക് ബുക്കില്ല. ബുക്ക് വാങ്ങിയില്ല? സ്കൂളിന് ബുക്ക് ഉണ്ടല്ലോ. ഇന്നേ വാങ്ങുള്ളൂ, ഇന്ന് വൈകുന്നേരം. ഓക്കേ, അല്ല നിങ്ങൾ ബുക്കൊക്കെ ആദ്യം വാങ്ങണ്ടേ മക്കളെ? എങ്ങനെ പഠിക്കാ? ഓക്കെ, ലിസൺ. ആരോടെ ചോദിച്ചു ഞാന്? രശ്മി, എന്താ അമരൂദ് എന്ന് പറഞ്ഞാല്? ബുക്ക് ഇടില്ല, അമ്മേന്റെ വീട്ടിലാണ്. അല്ല, എത്ര പേർക്ക് ബുക്കില്ലാത്തവര്? പിന്നെ എങ്ങനെ നിങ്ങൾ ഹോംവർക്ക് ഒക്കെ ചെയ്യാ? സർഗ സജിത്തിന് ബുക്കില്ല? എല്ലാരും കൊറോണ ആയതുകൊണ്ട് എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ. ഓക്കെ, ബുക്ക് കിട്ടുമ്പോ നിങ്ങൾക്ക് ഓവർലോഡ് ആവില്ല നേരം. ഓക്കെ, അതുപോലെ കൈകാര്യം ചെയ്യാട്ടോ, പറ്റുന്ന പോലെ ചെയ്യാം. അപ്പം അമരൂദ് എന്ന് പറഞ്ഞ പേരൊക്കെയാണ് അല്ലേ. ഗ്വാവ പേരൊക്കെയാണ്. നെക്സ്റ്റ് നോക്കിയേ, അജ്ഗർ. അപ്പം ബുക്ക് ഇല്ലാത്തവർക്ക് മിസ് കാണിച്ചു തരാം ഒന്ന്. ലിസൺ. കണ്ടോ, ഇത് നിങ്ങൾ ഇവിടെ ഹോംവർക്ക് ചെയ്യണം. ഓൾറെഡി പഠിച്ചു, എന്നാലും അത് ചെയ്യാം. അപ്പം നെക്സ്റ്റ് നോക്കിയേ, ആസെ അമരൂദ്. ഉണ്ടോ? അമരൂദ്, ആസെ. നെക്സ്റ്റ് നോക്കിയേ, അജ്ഗർ. എന്താണത്? അജ്ഗർ. എന്താ അജ്ഗർ എന്ന് പറഞ്ഞാല്? പൈത്തോൺ അല്ലെ. എന്താണ്? പെരുമ്പാമ്പ് അല്ലേ. പെരുമ്പാമ്പ്, അജ്ഗർ. ഉണ്ടോ? നെക്സ്റ്റ് അദ്രക്ക്. അദ്രക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഞ്ചർ, ഇഞ്ചി. All of you say അമരൂദ്. Say അമരൂദ്.
आ से अजगर, आ से अदरक. തൊട്ട് വായിക്കണം, കൈവിരലുകൊണ്ട് തൊട്ട് വായിക്കണം. വൺസ് മോർ. ആ സെ അമരൂദ്, ആ സെ അജ്ഗർ, ആ സെ അദ്രക്. അദ്രക്. വൺസ് മോർ. ആ സെ അമരൂദ്. ബുക്ക് ഇല്ലാത്തവരൊക്കെ ശ്രദ്ധിച്ചോണേ. ആ സെ അമരൂദ്, ആ സെ അജ്ഗർ, ആ സെ അദ്രക്. അദ്രക്. അദ്രക് മീൻസ് ജിഞ്ചർ, ഇഞ്ചി. അജ്ഗർ എന്ന് പറഞ്ഞ എന്താണ്? പൈത്തോൺ. ഓക്കെ. നെക്സ്റ്റ് അതിന്റെ താഴെയുണ്ട്. അതിന്റെ താഴെ നോക്കിയേ, ശബ്ദകോശ്. ഇവിടെയുണ്ട് കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ചേർത്തിട്ടുള്ള. ഇവിടെ റെഡ് മാർക്കിലാ കൊടുത്തിരിക്കുന്ന ആ അല്ലേ? ആ എന്ന അക്ഷരം കൊണ്ടുള്ള വാക്കുകളാണ്. ആ ഇതെന്താണ്? മിസ് ഇങ്ങനെ കാണിച്ചിട്ട് കാണുന്നില്ല. അച്ചിക്കൻ. ഫസ്റ്റ് അച്ചിക്കൻ. അച്ചിക്കൻ. നെക്സ്റ്റ് എന്താണ്? അഖ്ബാർ, അച്ചാർ, അമർ, അമൻ. ഓക്കെ. അങ്ങനെ കാണിച്ചാലും മിസ്സിന് പറയാൻ പറ്റുന്നില്ല. ബുക്കുള്ളവർ ശ്രദ്ധിച്ചേ. ആ ചേർത്തിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? ആസെ അമരൂദ്. ഒളഫിസെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി, ബൈഹാർട്ട് ആയിക്കോളും. ആസെ അമരൂദ്, ആസെ അജ്ഗർ, ആസെ അദ്രക്. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളും വായിച്ചു പഠിക്കണം. ഡിറ്റേഷൻ ഉണ്ടാവേ. നെക്സ്റ്റ് നോക്കിയ അച്ചിക്കൻ. എന്താണ്? അച്ചിക്കൻ. നെക്സ്റ്റ് അച്ചിക്കൻ എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഡ്രസ്സിനാ പറയുന്നത്, ഒരു മേലങ്കി എന്നാ പറയാ അതിന്. അഖ്ബാർ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ പത്രം, ന്യൂസ് പേപ്പർ. അച്ചാർ എന്ന് പറഞ്ഞാൽ അച്ചാർ തന്നെ, പിക്കിൾസ്. അമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അമർ എന്ന് പറഞ്ഞാൽ അമരൻ എന്ന് പറഞ്ഞില്ല, മരിക്കാത്തയാള്, ഒരിക്കലും മരണമില്ലാത്ത എന്നൊക്കെയാ പറയാറ്. അമർ. അമൻ എന്ന് പറഞ്ഞ ഒരു പേരാണ്. ഇത്രേ ഉള്ളൂ. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഒന്നും പഠിക്കണ്ട. നിങ്ങൾ ഇവിടെ ഇപ്പം ഈ വാക്കുകൾ ആ എന്ന അക്ഷരം കൊണ്ടുവരുന്ന വാക്കുകൾ പഠിച്ചാൽ അതാണ് നിങ്ങൾക്ക് ഡിറ്റേഷൻ ഉണ്ടാവുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ വാക്കുകളെല്ലാം നിങ്ങൾക്ക് ഡിറ്റേഷൻ ആയിട്ട് ഉണ്ടാവും. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പില് എന്താ നോട്ട് ബുക്കിൽ എഴുതണ്ടെന്നുള്ളത് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടുതരും. ഇപ്പൊ ക്ലാസ് ടൈമിൽ ഇട്ടു തരുന്നില്ല, ഗ്രൂപ്പില് ഇട്ടുതരും. അത് നോട്ട് ബുക്കിൽ 5 പ്രാവശ്യം നിങ്ങൾ എഴുതണം. 2 ലൈൻ കോപ്പിയിൽ 5 പ്രാവശ്യം ആ ഓരോ വാക്കുകളും എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ലിസൺ പേജ് നമ്പർ 9. पेज नंबर 9 നോക്കിയേ. ചിത്ര പഹചാന और नाम का पहला वर्ण लिखो. എന്താണ്? ചിത്രം നോക്കിയിട്ട് ഇതുണ്ടോ? ബുക്കില്ലാത്തവർ ശ്രദ്ധിക്കുക. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ ആദ്യത്തെ അക്ഷരം എഴുതണം. ഇത് എന്താണെന്നറിയോ? ഇതാണ് അച്ചിക്കൻ എന്ന് പറയുന്ന സാധനം. അച്ചിക്കൻ ഉണ്ടോ? കോട്ട് എന്നൊക്കെ പറയില്ല നമ്മള്, വലിയൊരു കോട്ട്, അതാണ് അച്ചിക്കൻ. അപ്പം ആ സേ അച്ചിക്കൻ, ആയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എന്താണ്? ഇത് എന്താണിത്? വാട്ട് ഈസ് ദിസ്? ആസെ അനാറാണ്. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം എന്താണ്? അനാറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? പഹലെ അക്ഷർ ആയാണ്. അപ്പൊ ഇവിടെ ആ എഴുതണം. ഇതെന്താണ്? പൈത്തോൺ അല്ലെ? പൈത്തോൺ എന്താ? അജ്ഗർ. അപ്പൊ പഹല അക്ഷരം ഏതാണ്? ആയാണ്. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? ആ എഴുതണം, ഇതുപോലെ. നെക്സ്റ്റ് നോക്കിയേ. ആ വർണ്ണ പഹചാൻ കർ ഗോള ലഗാവോ. അല്ലെ? ആ എന്ന ഇവിടെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. അമർ, ആഗ്, ആം, അമൻ, ഊത്, ഉടിന, അച്ചാർ, അബ്. അല്ലെ? ഇവിടെ ആയല്ല ആ വർണ്ണ ആ എന്ന അക്ഷരം വരുന്നുണ്ടെങ്കിൽ അതിന് സർക്കിൾ വരയ്ക്കാനാണ് പറയുന്നത്.
ഏത് വാക്കിലാണോ ആയുള്ളത് അതിന് സർക്കിൾ വരയ്ക്കണം. അപ്പൊ ഏതൊക്കെയാ ഇവിടെ? ഫസ്റ്റ് അമർന്ന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ആയിക്ക് സർക്കിൾ വരച്ചു. അതേപോലെ ഏതൊക്കെ വാക്കുകളുണ്ട് അവിടെ? അച്ചാർന്നുണ്ട്, അമൻ. ഈ പാഠത്തിൽ മാത്രം മിസ് പറഞ്ഞു തരുന്നു, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അച്ചാർ എന്നുള്ളതിന് ആയുണ്ട് അല്ലേ? ആം എന്നുള്ളതിന് അത് കറക്റ്റ് അല്ല, അത് ആയാണ്. ഊത് എന്നുള്ളതിനടുത്ത് ആയില്ല, അപ്പൊ അവിടെ സർക്കിൾ ചെയ്യണ്ട. അച്ചാർ എന്നുള്ളിടത്ത് ആയിക്ക് സർക്കിൾ ചെയ്യാ. പിന്നെ ആഗ് എന്നുള്ളിടത്ത് ആയല്ല അല്ലെ, അവിടെ ആയാണ്. നെക്സ്റ്റ് അമൻ, അമൻ എന്നുള്ളിടത്ത് ആയുണ്ട് അല്ലെ, അതിന് സർക്കിൾ ചെയ്യാം. ലാസ്റ്റ് വൺ നോക്കിയേ, അബ്, അവിടെ ആയുണ്ട്, അതിന് സർക്കിൾ ചെയ്യാം. ഇപ്പൊ ഏതൊക്കെയാണ് സർക്കിൾ ചെയ്ത നിങ്ങള്? നോക്കിയേ, ഇവിടെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വരുന്ന ഏതാണ്? അച്ചാർ, ഇവിടെ സർക്കിൾ ചെയ്യണം. ഇവിടെ അബ്, ആയിക്ക് സർക്കിൾ ചെയ്യണം. പിന്നെ ഏതായിരുന്നു? മിസ്സിന് കാണുന്നില്ല. പിന്നെ ഇത് അമൻ അല്ലേ, ഇവിടെ സർക്കിൾ ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, ചിത്ര പൂരാ കർക്കെ രംഗ് ഭരോ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇതിന് കളർ ചെയ്യണം നിങ്ങള്, നല്ല കളർ കൊടുക്കണം. ഓക്കെ, ഹോംവർക്ക് ചെയ്യണം ഇതൊക്കെ കേട്ടോ. നമ്മുടെ ക്ലാസ് ഇപ്പൊ തീരും. അപ്പൊ ഇന്ന് നമ്മള് ആ എന്ന അക്ഷരമാണ് പഠിച്ചത്. ആ അക്ഷരത്തിന്, ആ എന്ന അക്ഷരം കൊണ്ട് കുറെ വാക്കുകൾ പഠിച്ചു. ഏതൊക്കെ വാക്കുകളാണ്? ഞാൻ ആരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണ്ടേ? സമജ്ഞ, പ്ലീസ് അൺമ്യൂട്ട്. നോ ലിസൺ സമജ്ഞ. നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ആ എന്ന അക്ഷരം പഠിച്ചു. പിന്നെന്താണ്? ആ എന്ന അക്ഷരം കൊണ്ട് കുറെ വാക്കുകളും പഠിച്ചു അല്ലെ. അപ്പം ഏതൊക്കെ വാക്കുകളാ സമജ്ഞയ്ക്ക് മനസ്സിലായത്? ഏതൊക്കെ വാക്കുകളാ മനസ്സിലായത്? അമരൂദ്, അമരൂദ്. രണ്ട് വാക്കുകൾ പറ. അമരൂദ്, അനാർ. ഇവിടെയുണ്ട്, ഓർഡറിൽ നോക്കി വായിക്കാനാ പറയുന്നേ. അജിഗർ, അജിഗർ. ഈ പേജിലുള്ളതാണ് വായിക്കേണ്ടത്. അദ്രക്, അദ്രക്. അദ്രക്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഭവിക, ഭവിക. നെക്സ്റ്റ് ഉണ്ടല്ലേ, പിന്നെയുണ്ട് 5 വാക്കുകൾ കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? അച്ചിക്കൻ, അച്ചിക്കൻ, അച്ചിക്കൻ. സേ അച്ചിക്കൻ. അഖ്ബാർ, അച്ചാർ, അമർ, അമൻ, അമൻ. അമൻ. ഓക്കെ ഓക്കെ. എന്താണ് മുഹമ്മദ് സാദ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. എന്താണ് സാദിനെന്താ? അൺമ്യൂട്ട് ചെയ്യും. Only 4 means. Okay. അതിര്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഏതൊക്കെയാ വാക്കുകള്? all of you say. say അമരൂദ്, അജിഗർ, അതിര്, അച്ചിക്കൻ, അഖ്ബാർ, അച്ചാർ, അമർ, അമൻ.
ഇത്രയും വാക്കുകളാണ് ഇത്. ഈ വാക്കുകൾ നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതണം. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഇനി വേറെ വർക്കൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് ഗ്രൂപ്പിൽ ഇടേണ്ട ആവശ്യമില്ല. ഈ വാക്കുകളെല്ലാം ഏതൊക്കെയാണ്? അമരൂദ്, അജ്ഗർ, അതിരക്, അച്ചിക്കൻ, അക്ബർ, അച്ചാർ, അമർ, അമൻ. 8 വേർഡ്സ് ഉണ്ട് അല്ലേ? അതെ. ഈ വാക്കുകളെല്ലാം 5 പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതണം ഹോംവർക്ക് ആയിട്ട്. എന്നിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. ഈ വാക്കുകള് നെക്സ്റ്റ് വീക്കില് നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കും. ഈ ഡിക്റ്റേഷന്റെ മാർക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ ശ്രദ്ധ, എന്താ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, ഡിക്റ്റേഷൻ എത്ര മാർക്കാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ മാസത്തിലും ഗിഫ്റ്റ് തരാൻ പോകുന്നത് നമ്മള്. ഇപ്പം 43 കുട്ടികൾ ഇപ്പൊ എന്റെ ക്ലാസ്സിലുണ്ട്. 43 കുട്ടികളുടെ ഹോംവർക്ക് എനിക്ക് വേണം. അപ്പം ഒരാള് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടില്ല. സമ്മാനം മേടിക്കാൻ 43 കുട്ടികൾ റെഡി ആയിട്ടിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഹോംവർക്ക് ചെയ്യുക. ഓക്കെ, റെഡിയാണോ? അതെ. അപ്പം ഇവിടെ ടൈം തീരാൻ പോവാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മിസ്സിനോട്? 1 മിനിറ്റേ ഉള്ളൂ, ഒന്നിനും സമയമില്ല. ഇപ്പൊ ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇത്രയും വാക്കുകൾ 5 പ്രാവശ്യം എഴുതുക. അതുപോലെ നമുക്ക് അക്ഷരദീപം വരുന്നുണ്ട്. അക്ഷരദീപത്തില് നമുക്ക് എഴുതി തുടങ്ങണം. ഒരു ഹാഫ് പേജ് ഒക്കെ വെച്ച് എഴുതി തുടങ്ങാം. ഓക്കെ, അതിന്റെ ആണ്. ടൈം കഴിഞ്ഞു. ഓക്കെ, ബൈ.